നാമം മഹത്വപ്പെടുമാറാട്ടെ. നമുക്ക് വീണ്ടും ഇപ്രകാരം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബൈബിൾ സർവേ എന്നുള്ള വിഷയത്തില് കഴിഞ്ഞ നാളുകളിൽ പഴയ നിയമം നമുക്ക് ഒരളവില് ചിന്തിക്കുവാനായിട്ട്, പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പുതിയ നിയമത്തിന്റെയും അതുപോലെ സുവിശേഷങ്ങളുടെയും ആമുഖമാണ് കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ആ നിലയിൽ അതിലേക്കൊന്നും ഞാൻ വീണ്ടും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 4 സുവിശേഷ പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ ഉള്ളത്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പോൾ ഈ 4 സുവിശേഷ പുസ്തകങ്ങളെ കുറിച്ചുള്ള ആമുഖം ചെറിയ നിലയിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. മത്തായിയുടെ സുവിശേഷത്തില് രാജാവായിട്ടുള്ള കർത്താവിനെ നാം കാണുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിനെ ദാസനായിട്ട് ചിത്രീകരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ലൂക്കോസ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ കർത്താവിനെ സമ്പൂർണ്ണ ദൈവമായിട്ട് പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നാം ഒന്ന് ചിന്തിച്ചതാണ്, മത്തായിയുടെ സുവിശേഷം പ്രധാനമായിട്ടും മത്തായി എഴുതിയത് യഹൂദ വിശ്വാസികൾക്കാണ്. മർക്കോസിന്റെ സുവിശേഷം മർക്കോസ് എഴുതിയത് റോമൻ വിശ്വാസികൾക്കാണ്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ് എഴുതിയത് പ്രധാനമായിട്ടും ഗ്രീക്കുകാരായിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയത് പൊതുവായിട്ട് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ആ നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്ക് അതിനുശേഷം ആദ്യത്തെ പുസ്തകമായിട്ടുള്ള, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാം. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ട് വളരെ വിശദമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരുമിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമ പുസ്തകങ്ങളിലെ ആദ്യത്തെ സ്ഥാനമാണ് മത്തായിയുടെ സുവിശേഷത്തിനുള്ളത്. പുതിയ നിയമത്തിൽ ആദ്യത്തെ സ്ഥാനമാണ് മത്തായിയുടെ സുവിശേഷത്തിനുള്ളത്. അത് മാത്രമല്ല, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് ഉള്ള ഒരു കവാടമായിട്ടാണ് മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാം ചിന്തിച്ചതുപോലെ പഴയ നിയമത്തിൽ ഒരു മശിഹയെ അവര് പ്രതീക്ഷിക്കുന്നു. പഴയ നിയമത്തിൽ ഉടനീളം, അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ മുതൽ പഴയ നിയമത്തിൽ ഉടനീളം ഒരു മശിഹയെ യഹൂദ ജനം പ്രതീക്ഷിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കർത്താവിനെ കുറിച്ചുള്ള ആ പ്രവചനങ്ങള് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം തൊട്ട് ആരംഭിക്കുകയും മലാക്കിയുടെ അവസാനത്തെ അധ്യായം വരെ, അതായത് 4-ാം അധ്യായം വരെ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രവചനങ്ങള്, നമുക്ക് ആ പ്രതീക്ഷകള് നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ അവരെ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 4000 വർഷങ്ങളായിട്ട് അവര് പ്രതീക്ഷിച്ച, ലോക ജനതയും യഹൂദ ജനവും ഒരുപോലെ പ്രതീക്ഷിച്ച ആ മശിഹയെ പരിചയപ്പെടുത്തുന്നതാണ് പുതിയ നിയമം, പ്രത്യേകിച്ച് പുതിയ നിയമ സുവിശേഷങ്ങൾ. അവര് പ്രതീക്ഷയോടെ കാത്തിരുന്ന മശിഹ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, ആ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സുവിശേഷങ്ങളെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം ആ നിലയിൽ പുതിയ നിയമത്തിലേക്കുള്ള, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള ഒരു കവാടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 1-ാം വാക്യം, അതായത് മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പഴയ നിയമം മുഴുവനും പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരുന്ന, അവർ പ്രതീക്ഷിച്ച മശിഹ, കർത്താവ് യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമം മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്ന അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് നാം കാണുന്നുണ്ട്. ഈ സുവിശേഷങ്ങളില് ഈ മത്തായിയുടെ സുവിശേഷമാണ് ഏറ്റവും അധികം ആദിമ സഭകളിൽ വായിച്ചിരുന്നത്. ആദിമ വിശ്വാസികള് ഏറ്റവും അധികം വായിച്ചിരുന്നത് ഈ മത്തായിയുടെ സുവിശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, മറ്റ് സുവിശേഷ പുസ്തകങ്ങളെക്കാൾ അധികം സഭാപിതാക്കന്മാർ ഉദ്ധരിച്ചിട്ടുള്ളതും ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. അതുകൊണ്ട് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് മത്തായിയുടെ സുവിശേഷത്തിന് സുവിശേഷങ്ങളുടെ കൂട്ടത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോ പുസ്തകത്തിനും, ഓരോ സുവിശേഷങ്ങളുടെ പുസ്തകത്തിനും അതിൻ്റെതായിട്ടുള്ള
പ്രാധാന്യമുണ്ട്. ഒരു പുസ്തകം നമുക്ക് കുറച്ച് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണെന്ന് പറയുമ്പോൾ പല നിലകളിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ വേറെ ഒരു പുസ്തകത്തിന്റെ പ്രാധാന്യത, അതിന്റെ മഹത്വം ഒരിക്കലും കുറയുന്നില്ല. അത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഓരോ പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ വിശേഷതകൾ, അതിന്റെ പ്രത്യേകതകള് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ നിലയിൽ ആദിമ സഭയിൽ ഏറ്റവും അധികം വായിക്കുന്ന പുസ്തകമായിട്ട് അല്ലെങ്കിൽ സുവിശേഷമായിട്ട് മത്തായിയുടെ സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, സഭാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ളതും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഇതിന്റെ എഴുത്തുകാരനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഇതിന്റെ എഴുത്തുകാരൻ നമുക്കറിയാം. ഇതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം. ഇതിന്റെ തലക്കെട്ട്, ഈ സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ അതിന്റെ തലവാചകം എന്ന് പറയുന്നത് തന്നെ മത്തായി എഴുതിയ സുവിശേഷം എന്നാണ് നാം കാണുന്നത്. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം, കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതുപോലെ പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളില്ല, ഒറ്റ സുവിശേഷമാണുള്ളത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ് സുവിശേഷം. ഈ 4 സുവിശേഷ എഴുത്തുകാരും അവര് ആ ഒരു സുവിശേഷത്തെ കുറിച്ച് അവരെഴുതി. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ ഇവര് 4 പേരും 4 വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു വീക്ഷണത്തില് കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയതാണ് സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സുവിശേഷ പുസ്തകങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാല് മത്തായിയാണ്. മത്തായിയെ കുറിച്ച് നമുക്ക് പല കാര്യങ്ങൾ, നമുക്ക് സുവിശേഷങ്ങൾ നമുക്ക് നാം കാണുന്നുണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം, അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാം വാക്യം. ഈ 3 സ്ഥലങ്ങളിൽ മത്തായിയെ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഓക്കെ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് അതേ സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതില് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് മത്തായി എന്നുള്ള പേര് നമുക്ക് ഈ മത്തായിയുടെ വിളിയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ലേവി എന്നുള്ള വാക്കാണ്, ആ പേരാണ് നാം കാണുന്നത്. ഈ ലേവിയും മത്തായിയും അത് ഒരാൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. മത്തായിയുടെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് ലേവി എന്നായിരുന്നു. ലേവി എന്നാണ് മത്തായിയുടെ ആദ്യത്തെ പേര്. എന്നാൽ മത്തായി എന്നുള്ള പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ്. ദൈവത്തിന്റെ ദാനം, മത്തായി എന്നുള്ള പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നുള്ളതാണ്. അപ്പോൾ ഈ പേര് ഒരു പക്ഷേ കർത്താവിങ്കിലേക്ക് വന്നതിന് ശേഷം മത്തായി സ്വയമായിട്ട് സ്വീകരിച്ചതോ അല്ലെങ്കിൽ കർത്താവ് കൊടുത്ത പേരോ ആയിരിക്കാനാണ് സാധ്യത. നമുക്കറിയാം, പത്രോസിന്റെ പേര് കേഫാവ് എന്നുള്ള പേര് അല്ലെങ്കിൽ ഷിമോൻ എന്നുള്ള പേര് കർത്താവ് മാറ്റിയത് പത്രോസ് എന്നാക്കി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കർത്താവ് കൊടുത്ത പേര്, ദൈവത്തിന്റെ ദാനം എന്നുള്ള അർത്ഥത്തില് കർത്താവ് കൊടുത്ത പേരായിരിക്കാം മത്തായി എന്നുള്ളത്, അല്ലെങ്കിൽ മത്തായി തന്നെത്താൻ സ്വീകരിച്ച പേരായിരിക്കാം മത്തായി എന്നുള്ള പേര്. എന്നാൽ ആദ്യത്തെ പേര് ലേവി എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മത്തായി എഴുതുമ്പോൾ മത്തായി എന്നുള്ള പേരാണ് മത്തായി ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർ മർക്കോസും ലൂക്കോസും ഒക്കെ എഴുതുമ്പോൾ ലേവി എന്നുള്ള പേരാണ് അവര് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പുതിയ പേരിൽ അറിയപ്പെടാനാണ് മത്തായി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ മത്തായിയുടെ പിതാവിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിച്ച വാക്യത്തില് അൽഫായുടെ മകനായിട്ടുള്ള ലേവി എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അൽഫായിയുടെ മകനായിട്ടുള്ള മത്തായി, തന്റെ പിതാവിന്റെ പേര് അൽഫായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ശിഷ്യനും അൽഫായുടെ മകനായിട്ടുണ്ട്. കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ വേറൊരു ശിഷ്യനും അൽഫായുടെ മകനായിട്ടുണ്ട്.
മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അന്ത്രയാസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്. ഓക്കെ, അൽഫായുടെ മകനായ യാക്കോബ്. അപ്പോൾ യാക്കോബ് അത് ആ യാക്കോബ് എന്ന് പറഞ്ഞാല് യോഹന്നാന്റെ സബദി പുത്രനായിട്ടുള്ള യാക്കോബ് അല്ല, വേറൊരു യാക്കോബ്, അതായത് അൽഫായുടെ മകനായിട്ടുള്ള യാക്കോബ് നമുക്ക് നാം അവിടെ കാണുന്നുണ്ട്. എന്നാല് ഇവർ ഈ മത്തായിയുടെ പിതാവും അൽഫായി ആണ്, അതുപോലെ യാക്കോബിന്റെ പിതാവും അൽഫായി ആണ്. പക്ഷെ ഇവര് സഹോദരന്മാരാണോ ആയിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല. ഒരുപക്ഷെ രണ്ടും രണ്ട് അൽഫായി ആകാനാണ് സാധ്യത നമുക്ക് മനസ്സിലാക്കാം. ഇവര് സഹോദരന്മാരായിരിക്കാനുള്ള യാതൊരു തെളിവും നാം കാണുന്നില്ല. അതുപോലെ മത്തായി കർത്താവിലേക്ക് വന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വാക്യങ്ങൾ വായിക്കാം. മറ്റു 2 സ്ഥലങ്ങൾ നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം, അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം നാം വായിച്ചതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വരെ നമുക്ക് വായിക്കാം. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റ് വലിയൊരു പുരുഷാരം അവരോട് കൂടെ പന്തിയിൽ ഇരുന്നു. ഇവിടെ കർത്താവ് വിളിക്കുന്നതിന് മുമ്പ് ലേവി ഒരു ചുങ്കക്കാരനായിരുന്നു. ചുങ്കസ്ഥലത്ത് ഇരിക്കുമ്പോഴാണ്, തന്റെ ജോലി സ്ഥലത്ത് നിന്നാണ് മത്തായിയെ കർത്താവ് വിളിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചുങ്കസ്ഥലത്ത് ഇരിക്കുന്ന കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ചുങ്കക്കാരനായിരുന്ന ഒരു വ്യക്തിയാണ് മത്തായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. ചുങ്കസ്ഥലത്ത് നിന്നാണ് കർത്താവ് മത്തായിയെ വിളിച്ചത്. അപ്പോൾ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ ആ ജോലി റിസൈൻ ചെയ്ത് സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അതിനുശേഷം 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ലേവി തന്റെ വീട്ടിൽ അവൻ ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരം അവനോടുകൂടെ പന്തിയിലിരുന്നു. അപ്പോൾ കർത്താവിങ്കിലേക്ക് വന്നതിന് ശേഷം മത്തായി അല്ലെങ്കിൽ ലേവി കർത്താവിന് ഒരു വലിയ വിരുന്നൊരുക്കിയതായിട്ട് നാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വലിയ വിരുന്ന് കർത്താവിനായിട്ട് ഒരുക്കി. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മത്തായി വളരെ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെ ധനികനായിരുന്നു. അത് മാത്രമല്ല, ഒരു വലിയ ഭവനം തനിക്ക് സ്വന്തമായിട്ട്, ഒരു വലിയ വീട് തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇത്ര വലിയ വിരുന്ന് നടത്താനും അതുപോലെ ഇത്രയും ആളുകളെ സൽക്കരിക്കാനും ഉള്ള ഒരു വലിയ ഭവനം തനിക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആ നിലയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ധനികനായിരുന്ന ഒരു ശിഷ്യനായിരുന്നു മത്തായി അല്ലെങ്കിൽ ലേവി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മളെ കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് അവരൊക്കെ മുക്കുവന്മാരായിരുന്നു, അവര് ദരിദ്രരായിരുന്നു, അല്ലെങ്കിൽ ആ നിലയിലാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അതില് ധനികന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു. അത് മാത്രമല്ല, യോഹന്നാനും അതുപോലെ മറ്റ് ശിഷ്യന്മാരും ഒക്കെ അവര് സ്വന്തമായിട്ട് അവർക്ക് പടകും വലയും ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ ആ നിലയില് ധനികരായിട്ടുള്ളവരും കർത്താവിന് ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു മത്തായി. എന്നാല് കർത്താവ് തന്നെ വിളിച്ചപ്പോൾ സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, കർത്താവിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ 12 ശിഷ്യന്മാരുടെ പേരുകൾ പറയുന്നിടത്ത് നമുക്ക് മത്തായിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വാക്യങ്ങള്, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങള്, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 13-ാം വാക്യം.
ഈ വാക്യങ്ങളിലാണ് ഈ ഈ ഈ സ്ഥലങ്ങളിലാണ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ 12 ശിഷ്യന്മാരുടെ പേരുകൾ നാം കാണുന്നത്. അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും മത്തായിയുടെ പേര് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മത്തായി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 13-ലാണ് മത്തായിയുടെ പേര് ഏറ്റവും അവസാനമായിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നാം കാണുന്നു. അവിടെ മാളിക മുറിയില് അവരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തില് മത്തായി ഉണ്ടായിരുന്നു. ആ നിലയിൽ അവിടെയാണ് മത്തായിയുടെ പേര് ഏറ്റവും അവസാനം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം മത്തായി എന്ത് ചെയ്തു എന്ന് ബൈബിളിൽ നമുക്ക് രേഖയില്ല, നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. എന്നാല് ചരിത്രം പറയുന്ന അനുസരിച്ച് മത്തായി യെരൂശലേമിലും യഹൂദയിലും 15 വർഷത്തോളം ശുശ്രൂഷ ചെയ്തു. 15 വർഷത്തോളം ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം 15 വർഷത്തിന് ശേഷം പല സ്ഥലങ്ങളിലും മിഷണറി ആയിട്ട് കടന്നുപോയി ശുശ്രൂഷിച്ചതായിട്ട് നമുക്ക് കാണാം. നാം ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. എത്യോപ്യയില്, അതുപോലെ പേർഷ്യയില്, പാർത്തിയയില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി സുവിശേഷം അറിയിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ എത്യോപ്യയിലും പേർഷ്യയിലും പാർത്തിയയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ വചനം മത്തായി അറിയിച്ചതായിട്ട് ചരിത്രം പറയുന്നു. എങ്ങനെയാണ് മത്തായി മരിച്ചത്, തന്റെ മരണം ഏത് നിലയിലാണ് എന്നുള്ളതിന് വിശ്വസനീയമായിട്ടുള്ള രേഖകളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല മത്തായി എങ്ങനെയാണ് മരിച്ചത് എന്ന് നമുക്കറിയത്തില്ല. കൂടുതൽ വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് എത്യോപ്യയിൽ വെച്ച് താന് രക്തസാക്ഷിത്വം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് തീർന്നു എന്ന് നമുക്ക് എത്യോപ്യയിൽ വെച്ച് ആ നിലയിൽ കർത്താവിന് വേണ്ടി തന്നെ ജീവൻ കൊടുത്തു എന്ന് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ശരിയായിട്ട് മത്തായി എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതില് വിശ്വസനീയമായിട്ടുള്ള രേഖകളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ആ നിലയിൽ നമുക്ക് അറിയത്തില്ല. ഇനിയും ഈ മത്തായിയുടെ സുവിശേഷം ആർക്കാണ് എഴുതിയത്? അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയത് നാം ചിന്തിച്ചതുപോലെ യഹൂദ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. യഹൂദന്മാരിൽ നിന്നും വിശ്വാസത്തിൽ വന്ന യഹൂദയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ യെരൂശലേമിൽ താമസിക്കുന്ന യഹൂദ വിശ്വാസികൾക്ക് വേണ്ടിയാണ് മത്തായി പ്രധാനമായിട്ടും ഈ സുവിശേഷം എഴുതിയത്. നമുക്ക് മനസ്സിലാവുന്നത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി മത്തായി പറയുമ്പോൾ അബ്രഹാം മുതലാണ് ആരംഭിക്കുന്നത്. യഹൂദന്മാരുടെ പിതാവായിട്ടുള്ള അബ്രഹാമിൽ നിന്നാണ് താന് അത് ആരംഭിക്കുന്നത്. അത് മാത്രമല്ല, സ്വർഗരാജ്യത്തെ കുറിച്ച് അനേക പ്രാവശ്യം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യത്തെ കുറിച്ച് 65 പ്രാവശ്യമാണ് നമുക്ക് അനേക പ്രാവശ്യം നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് അനേക തവണ നമുക്ക് കാണാൻ സാധിക്കും. 65 പഴയ നിയമ ഉദ്ധരണികളാണ് ഈ സുവിശേഷത്തിൽ നാം കാണുന്നത്. 65 പഴയ നിയമ ഉദ്ധരണികൾ നമുക്ക് ഈ സുവിശേഷത്തിൽ, ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമം അറിയാവുന്ന, സ്വർഗരാജ്യത്തെ കുറിച്ച് അറിയാവുന്ന അബ്രഹാമിന്റെ സന്തതികളായിട്ടുള്ള യഹൂദന്മാർക്കാണ്, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ യഹൂദ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഇത് എഴുതിയതിന്റെ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ നാം വരികയാണെങ്കിൽ, സഭ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ സഭ സ്ഥാപിതമായി. അതിനുശേഷം യെരൂശലേമിലും യഹൂദന്മാരുടെ ഇടയില് ഇത് വളരെ വേഗം സഭ വളരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. വളരെ വേഗമാണ് സഭ വളർന്നത്. ആയിരക്കണക്കിന് ആളുകള് അതേ സഭ പെന്തക്കോസ്ത് ദിവസം തന്നെ 3000 പേര് രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം പുരുഷന്മാർ എണ്ണം തന്നെ 5000 പിന്നെ സഭകൾ പെരുകി വിശ്വാസികളുടെ എണ്ണം അനേകം വർദ്ധിച്ചു. ആ നിലയിൽ അനേക ആയിരമായിട്ട് യഹൂദന്മാര് വിശ്വാസത്തിലേക്ക് വന്നായിട്ട് സഭയുടെ അംഗങ്ങളായി തീർന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ യഹൂദന്മാര്, ആ യഹൂദ വിശ്വാസികളായി തീർന്നിട്ടുള്ള യഹൂദ വിശ്വാസികള് അവര് പലവിധമായിട്ടുള്ള പീഡനങ്ങളും എതിർപ്പുകളുടെ മധ്യത്തിലാണ് അവർ മുമ്പോട്ട് പോയത്. സ്തെഫാനോസിന്റെ മരണത്തോടുള്ള ബന്ധത്തില് പ്രധാനമായിട്ടും ഷൗലിന്റെ കീഴില് സഭയ്ക്കെതിരെ ഉപദ്രവമുണ്ടായി.
അതിനുശേഷം പല നിലകളിലും അധികാരികളിൽ നിന്നും അതുപോലെ മറ്റു പല നിലകളിലും ഉപദ്രവം സഭയ്ക്കെതിരെ ഉണ്ടായി. അപ്പോൾ ഈ യഹൂദ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ടാണ് മത്തായി ഈ സുവിശേഷം എഴുതിയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരോട്, ആ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട. ഈ യഹൂദന്മാര്, അതായത് നാം പ്രതീക്ഷിച്ചിരുന്ന മശിഹ, ആ മശിഹയാണ് കർത്താവ്. ആ കർത്താവിനെ പരിചയപ്പെടുത്തി ആ നിലയില് അവരെ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് മത്തായി ഈ സുവിശേഷം എഴുതിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിനെ രാജാവായിട്ടാണ് മത്തായി ഇവിടെ ചിത്രീകരിക്കുക. രാജാതി രാജാവായിട്ടാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ആ നിലയിൽ രാജാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ക്രിസ്തുവിനെ രാജാവായിട്ട്, അവരുടെ രാജാവായിട്ട് മത്തായി പരിചയപ്പെടുത്തിയ. അപ്പോൾ ഇതിന്റെ ആ ഔട്ട്ലൈനിലേക്ക്, ഈ പുസ്തകത്തിന്റെ സുവിശേഷത്തിന്റെ ഔട്ട്ലൈനിലേക്ക് നാം വരികയാണെങ്കിൽ, അതിന്റെ ഔട്ട്ലൈനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ 1-2 അധ്യായത്തില് നാം വായിക്കുന്നത്, 1-2 അധ്യായത്തില് രാജാവിന്റെ വംശാവലിയും അതുപോലെ രാജാവിന്റെ ജനനവും. 1-2 അധ്യായത്തില്, 1-ാം അധ്യായത്തില് രാജാവിന്റെ വംശാവലി, 2-ാം അധ്യായത്തില് രാജാവിന്റെ ജനനം. 2-ാം അധ്യായത്തില് വിദ്വാൻമാർ ചോദിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ ആ രാജാവിനെ കുറിച്ചാണ് നമ്മോട് കാണുക. അപ്പോൾ രാജാവിന്റെ വംശാവലിയും രാജാവിന്റെ ജനനവും 1-2 അധ്യായത്തില്. പിന്നീട് 3-ാം അധ്യായം 1 മുതൽ 4-ാം അധ്യായം 11 വരെ നാം കാണുന്നത് രാജാവിന്റെ ഒരുക്കം, ശുശ്രൂഷയ്ക്കായിട്ടുള്ള രാജാവിന്റെ ഒരുക്കമാണ് 3-ാം അധ്യായത്തിന് 1 മുതൽ 4-ാം അധ്യായം 11 വരെ നാം കാണും. പിന്നീട് 4-ാം അധ്യായം 12 മുതൽ 20-ാം അധ്യായം അവസാനം വരെ, 20-ാം അധ്യായത്തിന് 34 അല്ലെങ്കിൽ 20-ാം അധ്യായത്തിന്റെ അവസാനം വരെ രാജാവിന്റെ പരസ്യ ശുശ്രൂഷയാണ് നാം കാണുന്നത്. രാജാവിന്റെ പരസ്യ ശുശ്രൂഷ. പിന്നീട് 21-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിനെ തിരസ്കരിക്കപ്പെട്ട രാജാവിനെയാണ് 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ നാം കാണുന്നത്. യഹൂദന്മാരുടെ രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രത്യാശ, അവർ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്നത് ഈ മശിഹയ്ക്കാണ്. ആ മശിഹയാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ഇസ്രായേല് ആ രാജാവിനെ തിരസ്കരിക്കുന്ന, യഹൂദ ജനം ആ രാജാവിനെ തിരസ്കരിക്കുന്നതാണ് 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ നാം കാണും. 24-ഉം 25-ഉം അധ്യായങ്ങളില്, 24-25 അധ്യായങ്ങളില് രാജാവിന്റെ പ്രവചനങ്ങൾ, തുടർന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, രാജാവിന്റെ പ്രവചനങ്ങളാണ് 24-ഉം 25-ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത്. പിന്നീട് 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളില് രാജാവിന്റെ കഷ്ടത, ക്രൂശീകരണം, മരണം, അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷം അന്ത്യകൽപ്പന, മഹാനിയോഗം, ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മഹാനിയോഗം, 26 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ. അവിടെ രാജാവ്, അതായത് കർത്താവിന്റെ കഷ്ടത, കർത്താവിന്റെ ക്രൂശീകരണം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ അന്ത്യകൽപ്പന അല്ലെങ്കിൽ മഹാനിയോഗം. ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങള് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ശിഷ്യരാക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ആ നിലയിലുള്ള ആ മഹാനിയോഗം തന്റെ ശിഷ്യന്മാർക്ക് രാജാവ് നൽകി. ആ നിലയിൽ ലോകമെമ്പാടും തന്റെ ശിഷ്യന്മാരെ അയക്കുന്ന ആ രാജാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളിലേക്ക് നാം വരികയാണെങ്കിൽ, ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളിലേക്ക് നാം വരികയാണെങ്കിൽ, നാം ചിന്തിച്ചതുപോലെ ഈ പുസ്തകം എന്ന് പറഞ്ഞാല് ഒരു രാജാവും അതല്ലെങ്കിൽ കർത്താവും, രാജാവായിട്ടുള്ള മശിഹയായിട്ടുള്ള കർത്താവിന്റെയും അതുപോലെ ആ രാജാവിന്റെ അല്ലെങ്കിൽ ആ രാജാവിന്റെ രാജ്യവുമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. രാജാവ് എന്നുള്ള വാക്ക് ഈ പുസ്തകത്തിൽ 9 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രാജാവ് എന്നുള്ള വാക്ക് 9 പ്രാവശ്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം 2-ാം വാക്യം, ഈ 9 സ്ഥലങ്ങളിലും കർത്താവിനെ ഉപയോഗിച്ച് തന്നെയാണ് രാജാവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 2-ാം അധ്യായം 2-ാം വാക്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? മറ്റു ചില വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. 21-ാം അധ്യായം 4-ാം വാക്യം,
21 അധ്യായം 4 വാക്യം. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും ഓക്കെ, നമുക്ക് ആ സംഭവമൊക്കെ നമുക്കറിയാം. ഇതാ നിന്റെ രാജാവ്. പിന്നീട് 22 അധ്യായം 2 വാക്യം. 22:2. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. രാജാവ്, അവിടെയും രാജാവ് കാണാം. പിന്നെ 11 വാക്യം, 22:11. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് രാജാവ്. പിന്നീട് 25 അധ്യായം 34 വാക്യം. 25:34. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി. രാജാവ്, അവിടെയും കർത്താവിനെ കുറിച്ച് തന്നെയാണ്. രാജാവ് അവിടെ തേജസ്സിന്റെ സിംഹാസനത്തോട് ബന്ധത്തിലാണ്. അവിടെ രാജാവ് നമ്മുടെ കർത്താവ് തന്നെയാണ്. അതുപോലെ 27 അധ്യായം 11 വാക്യം. 27:11. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്ന്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി. നീ യഹൂദന്മാരുടെ രാജാവോ. 29 വാക്യം. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, വലം കൈയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ ജയ. ഇത് പടയാളികൾ കർത്താവിനെ പരിഹസിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അവിടെയും യഹൂദന്മാരുടെ രാജാവേ ജയ 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 എന്നാണ് പറഞ്ഞ് കർത്താവിനെ പരിഹസിക്കുന്നത്. അതുപോലെ 27:37 വാക്യം. 37. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി. കർത്താവിന്റെ ക്രൂശിലെ കർത്താവിന്റെ തലയ്ക്കല് കുറ്റസംഗതി എഴുതിയത് യഹൂദന്മാരുടെ രാജാവ് എന്ന് ഉള്ള മേലെഴുത്ത് ആണ് എഴുതിയത്. പിന്നെ 42 വാക്യം. 27:42. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി അവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നുവെങ്കിൽ. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം രാജാവായിട്ട് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലയിടത്തും പരിഹാസ രൂപേണയാണ് കർത്താവിനെ രാജാവ് എന്ന് വിളിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവ് രാജാവാണ്. അപ്പോൾ ആ രാജാവായിട്ടുള്ള കർത്താവിനെ നമുക്ക് ഈ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ ഈ പുസ്തകത്തിൽ 33 പ്രാവശ്യം സ്വർഗരാജ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 33 തവണ സ്വർഗരാജ്യം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് നാം ചിന്തിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ദൈവജനത്തില് പല പദപ്രയോഗങ്ങളുണ്ട്. അത് ശരിയായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നൊക്കെ നാം പല സ്ഥലങ്ങളിൽ നാം കാണുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിലാണ് സ്വർഗരാജ്യം എന്നുള്ള വാക്ക് നാം കാണുന്നത്. 33 പ്രാവശ്യമാണ് കാണുന്നത്. അതുപോലെ ദൈവരാജ്യം എന്നുള്ള വാക്കും മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ദൈവരാജ്യം എന്നുള്ള പേര് കൂടുതൽ പ്രാവശ്യം നാം കാണും. അപ്പോൾ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ നാം പെട്ടെന്ന് ചിന്തിക്കുന്നത് സ്വർഗത്തെ കുറിച്ചാണ്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ സ്വർഗം, ദൈവരാജ്യം എന്ന് പറഞ്ഞാലും സ്വർഗം എന്നാണ് നാം ചിന്തിക്കുക. എന്നാൽ ഇതിലൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, നാം മനസ്സിലാക്കണം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് മശിഹ രാജാവായിട്ട് സ്ഥാപിക്കുന്ന രാജ്യമാണ്. അതായത് 1000 ആണ്ട് വാഴ്ച, കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച, കർത്താവ് രാജാവായിട്ട് 1000 ആണ്ട് ഈ ഭൂമി ഭരിക്കും. അപ്പോൾ ആ രാജ്യമാണ് സ്വർഗരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തില് കർത്താവിനെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് മത്തായിയുടെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗമല്ല. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയാണ്. കർത്താവിന്റെ രാജാവായിട്ട് കർത്താവ് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴുന്നതിനെയാണ് സ്വർഗരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ദൈവരാജ്യം എന്നുള്ള വാക്ക് 4 പ്രാവശ്യം നമുക്ക് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവരാജ്യം എന്ന് പറഞ്ഞാലും
അത് സ്വർഗം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ദൈവരാജ്യം എന്നുള്ള വാക്ക് നമുക്ക് കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാല് സ്വർഗത്തെ കുറിച്ചല്ല, എന്നാല് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വീണ്ടെടുത്ത് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ആ ദൈവിക സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ആ പുതിയ ജീവിതമാണ്, നിത്യജീവനാണ് ദൈവരാജ്യം എന്നോട്ട് ഉദ്ദേശിക്കുന്നത്. അത് മരിച്ചു കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല. രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം മുതൽ തന്നെ നാം ദൈവരാജ്യത്തിലാണ്. അത് നാം മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. നാം ദൈവരാജ്യത്തിലാണ്, കർത്താവിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിലാണ് നാം. അതുകൊണ്ട് ആ നിലയിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന ആ ഒരു നിത്യജീവനാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വർഗരാജ്യം എന്നുള്ള വാക്ക് 33 പ്രാവശ്യം, അതുപോലെ ദൈവരാജ്യം എന്നുള്ള വാക്ക് 4 പ്രാവശ്യം നമുക്ക് ഈ പുസ്തകത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് രാജകീയമായിട്ടുള്ള ഒരു പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞാല്. ഈ മത്തായി മാത്രമാണ് യെരുശലേമിനെ വിശുദ്ധ നഗരമെന്നും രാജാവിന്റെ നഗരമെന്നും വിളിക്കുന്നത്. വേറെ ആരും ആ നിലയിൽ പറഞ്ഞിട്ടില്ല. യെരുശലേമിനെ വിശുദ്ധ നഗരമെന്നും രാജാവിന്റെ നഗരമെന്നും പറയുന്നത് മത്തായി മാത്രമാണ്. ആ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 4-ാം അധ്യായം 5-ാം വാക്യം. 4-ാം അധ്യായം 5-ാം വാക്യം. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി. വിശുദ്ധ നഗരം, വിശുദ്ധ നഗരം യെരുശലേമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. വിശുദ്ധ നഗരം. അതുപോലെ രാജാവിന്റെ നഗരം 5-ാം അധ്യായം 35-ാം വാക്യം. 5-ാം അധ്യായം 35-ാം വാക്യം. യെരുശലേമിനെ കൊണ്ടായിരുന്നു, അത് മഹാരാജാവിന്റെ നഗരം. മഹാരാജാവിന്റെ നഗരമാണ് യെരുശലേം. അപ്പോൾ ആ നിലയിൽ രാജകീയമായിട്ടുള്ള പുസ്തകമായിട്ട് നമുക്ക് ഈ പുസ്തകം നാം കാണുന്നുണ്ട്. അതുപോലെ ദാവീദിന്റെ സന്തതി എന്ന് 9 പ്രാവശ്യം നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ദാവീദ് യഹൂദന്മാരുടെ വലിയ രാജാവായിരുന്നു. അപ്പോൾ ആ ദാവീദിന്റെ സന്തതിയായിട്ട് കർത്താവിനെ നമുക്ക് ഈ കാണുന്നുണ്ട്. ഏറ്റവും അധികം ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മത്തായിയുടെ സുവിശേഷത്തിലാണ്. 9 പ്രാവശ്യം ദാവീദിന്റെ സന്തതി എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിലും ലൂക്കോസിലും 3 പ്രാവശ്യം വീതമാണ് ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, നാം നേരത്തെ ഓർത്തതുപോലെ പഴയ നിയമത്തിൽ നിന്ന് 65 ഉദ്ധരണികൾ നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മഹാരാജാവിനെ കുറിച്ചും അതുപോലെ രാജാവിന്റെ ആ രാജ്യത്തെ കുറിച്ചും പ്രതിപാദിക്കുന്ന രാജകീയമായിട്ടുള്ള ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 2-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സഭ എന്നുള്ള വാക്ക് സുവിശേഷങ്ങളിൽ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് നാം കാണുന്നത്. സഭ എന്നുള്ള വാക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് നാം കാണുന്നത്. അത് 3 പ്രാവശ്യം സഭ എന്നുള്ള വാക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 16-ാം അധ്യായം 18-ാം വാക്യം. അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ സഭയുടെ പണിയെക്കുറിച്ചുള്ള ആ പ്രവചനം, അല്ലെങ്കിൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നുള്ള രാജാവിന്റെ വിളംബരം നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ 18-ാം അധ്യായം 17-ാം വാക്യത്തില് 2 പ്രാവശ്യം സഭ എന്നുള്ള വാക്ക് നമുക്ക് സഭയിലെ ശിക്ഷണത്തോടുള്ള ബന്ധത്തില് 2 പ്രാവശ്യം ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഭ എന്നുള്ള വാക്ക് സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു പുസ്തകം മത്തായിയുടെ സുവിശേഷമാണ്. അതും 3 പ്രാവശ്യം സഭ എന്നുള്ള വാക്ക് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 3-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിന്റെ 6 പ്രഭാഷണങ്ങൾ നാം കാണുന്നുണ്ട്. 6 പ്രഭാഷണങ്ങൾ, കർത്താവിന്റെ 6 പ്രസംഗങ്ങൾ അല്ലെങ്കിൽ 6 പ്രഭാഷണങ്ങൾ നാം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള അധ്യായങ്ങളാണ്. ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം എന്നുള്ള നിലയിൽ ആ 3 അധ്യായങ്ങൾ അറിയപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് ഒന്നാമത് ഗിരിപ്രഭാഷണമാണ് 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളുടെ. പിന്നെ 10-ാം അധ്യായത്തിലെ 12 ശിഷ്യന്മാരോടുമുള്ള കർത്താവിന്റെ പ്രഭാഷണം നാം കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ 12 ശിഷ്യന്മാരോടുള്ള കർത്താവിന്റെ പ്രഭാഷണം. പിന്നീട് 13-ാം അധ്യായത്തില് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള 7 ഉപമകൾ 13-ാം അധ്യായത്തില് നാം കാണുന്നു. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള 7 ഉപമകൾ നമുക്ക് കാണാം. ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്, വിശദമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ആ നിലയിൽ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. 7 ഉപമകൾ, സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള 7 ഉപമകൾ 13-ാം അധ്യായത്തിൽ കാണാം. 18-ാം അധ്യായത്തില് അവിടെ കർത്താവിന്റെ താഴ്മയെക്കുറിച്ചും അതുപോലെ ക്ഷമയെക്കുറിച്ചും ഒക്കെയുള്ള പ്രസംഗങ്ങൾ നമുക്ക് 18-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 23-ാം അധ്യായത്തില് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും എതിരായിട്ടുള്ള പ്രഭാഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 23-ാം അധ്യായത്തില് കപടഭക്തിക്കാരായിട്ടുള്ള പരീശന്മാരും ശാസ്ത്രിമാരും അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 24-ഉം 25-ഉം അധ്യായം ഒലിവുമല പ്രഭാഷണമാണ്. സെർമൺ ഓൺ ഒലിവ് മൗണ്ട്, ഒലിവുമല പ്രഭാഷണമാണ് നമുക്ക് 24, 25 അധ്യായങ്ങൾ കാണുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും 6 കർത്താവിന്റെ പ്രഭാഷണങ്ങൾ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. പിന്നീട് 4-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവിന്റെ 15 ഉപമകളും 20 അത്ഭുത പ്രവൃത്തികളും നാം കാണുന്നു. 15 ഉപമകളും അതുപോലെ 20 അത്ഭുത പ്രവൃത്തികളും, കർത്താവ് ചെയ്ത 20 അത്ഭുത പ്രവൃത്തികളും നാം മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതില് 10 ഉപമകളും 10 ഉപമകളും 3 അത്ഭുതങ്ങളും നാം ഈ പുസ്തകത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. 15 ഉപമകളും 20 കർത്താവിന്റെ അത്ഭുതങ്ങളും നാം കാണുന്നുണ്ട്. അതിൽ 10 ഉപമകളും 3 അത്ഭുതങ്ങളും മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമുള്ളതാണ്. അത് വേറെ ഒരു സുവിശേഷങ്ങളിലും നാം കാണുന്നില്ല. പിന്നീട് ഈ 5-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആകെ 28 അധ്യായങ്ങളിലായിട്ട് 1071 വാക്യങ്ങളാണുള്ളത്. 1071 വാക്യങ്ങളാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിലുള്ളത്. അതില് 644 വാക്യങ്ങളിലും കർത്താവിന്റെ വാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. 1071 വാക്യങ്ങളില് 644 വാക്യങ്ങളിലും കർത്താവിന്റെ വാക്കുകൾ അത് അതേപടി അടങ്ങിയിട്ടുള്ളതായിട്ട് നാം കാണുന്നുണ്ട്. അതായത് 3 ഭാഗവും കർത്താവിന്റെ വാക്കുകളാണ്, നേരിട്ടുള്ള വാക്കുകളാണ്. അതിലൊരു മായവും ചേർക്കുക. കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ നേരിട്ടുള്ള വാക്കുകളാണ് ഇതില് 3 ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ നിലയില് അനുഗ്രഹിക്കപ്പെട്ട വളരെ പ്രാധാന്യമേറിയ ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും മത്തായിയുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ നാം കാണുന്നത്, ക്രിസ്തുവിനെ നാം പല നിലകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് വാഗ്ദത്ത മശിഹയായിട്ട് അല്ലെങ്കിൽ രാജാവായിട്ട്, രാജാവായിട്ട് മഷിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ യഹൂദന്മാരുടെ മാത്രമല്ല സകല ലോകത്തിന്റെയും രാജാവായ രാജാവായിട്ടുള്ള കർത്താവിനെ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. അതുകൊണ്ട് നാം നേരത്തെ ചിന്തിച്ചതുപോലെ അതിയോടൊപ്പം ആ രാജാവിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു രാജകീയ പുസ്തകമായിട്ടാണ് നമുക്ക് ഈ പുസ്തകം നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമം മുഴുവനും ഒരുപോലെ കാത്തിരുന്ന വാഗ്ദത്ത മശിഹ, അവരൊരുപോലെ പ്രതീക്ഷയോടെ അവര് കാത്തിരുന്ന ആ മഷിയായിട്ടുള്ള കർത്താവിനെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ട് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 2-മതായിട്ട് കർത്താവിനെ നമുക്ക് മനുഷ്യപുത്രനായിട്ട് നാം ഇതില് കാണുന്നുണ്ട്. മനുഷ്യപുത്രനായിട്ടുള്ള കർത്താവിനെ നാം കാണുന്നു. 24-ാം അധ്യായം 30-ാം വാക്യത്തില് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. പിന്നെ നാം പറഞ്ഞതുപോലെ ദാവീദിന്റെ സന്തതിയായിട്ടുള്ള കർത്താവിനെ നമുക്ക് കാണാനായിട്ട്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തില് വാഗ്ദത്ത മശിഹ, അതുപോലെ മനുഷ്യപുത്രൻ, അതുപോലെ ദാവീദിന്റെ സന്തതി, അങ്ങനെ പല നിലകളിൽ നമുക്ക് കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവയുടെ ദാസൻ, അങ്ങനെ പല നിലയിൽ നമുക്ക് കർത്താവിനെ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ട് മത്തായിയുടെ സുവിശേഷം ഇരിക്കുന്നു. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായിട്ട് മത്തായിയുടെ സുവിശേഷം നാം കാണുന്നുണ്ട്.
വളരെ വളരെ പ്രാധാന്യതയുള്ള ഒരു പുസ്തകമായിട്ടാണ് ഇതിരിക്കുന്നത്. കർത്താവിനെ രാജാതി രാജാവായിട്ട് ചിത്രീകരിക്കുന്ന, മഷിഹയായിട്ട് ചിത്രീകരിക്കുന്ന ആ കർത്താവിനെ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ മഹത്വം ആവോളം മനസ്സിലാക്കുവാൻ, ദർശിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരട്ടെ. നമ്മുടെ ജീവിതങ്ങളിലും കർത്താവ് രാജാവായിട്ട് വാഴുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആ ഒരു കേന്ദ്ര ബിന്ദു, കേന്ദ്ര വിഷയം നമ്മുടെ കർത്താവായിരിക്കട്ടെ. നമ്മുടെ രാജാവായിട്ട്, നമ്മുടെ കർത്താവായിട്ട്, നമ്മുടെ കർത്താവിനെ നമുക്ക് ആ നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അതിനായിട്ട് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാകട്ടെ.